പ്രതിരോധ മേഖലയിൽ വീണ്ടും നിർണായക നേട്ടവുമായി ഇന്ത്യ. പുതിയ ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം വ്യോമസേന വിജയകരമായി പൂർത്തിയാക്കി. മധ്യദൂര വ്യോമ ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണമാണ് വിജയകരമായത്. ആൻഡമാൻ നിക്കോബാറിലായിരുന്നു പരീക്ഷണം. സുഖോയ് 30 MKI വിമാനത്തിൽ നിന്നായിരുന്നു മിസൈൽ തൊടുത്തത്. 250 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യം മിസൈൽ കൃത്യമായി ഭേദിച്ചു. പരീക്ഷണം വിജയിച്ച സാഹചര്യത്തിൽ കൂടുതൽ മിസൈലുകൾ നിർമ്മിക്കാനാണ് വ്യോമസേനയുടെ തീരുമാനം. ദൂരെയുള്ള മിസൈലുകളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ഞൊടിയിടയിൽ ഇല്ലാതാക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ഇവ. റോക്സ് എന്നും ക്രിസ്റ്റൽ മെയ്സ് 2 എന്നും ഈ മിസൈലിന് വിളിപ്പേരുണ്ട്. ഇസ്രായേലിൽ നിന്നുമാണ് ഈ മിസൈൽ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ വ്യോമസേന സ്വന്തമാക്കിയത്. സ്റ്റാൻഡ് ഓഫ് റേഞ്ച് ഉപരിതല ഭൂതല മിസൈലിന്റെ വിപുലീകരിച്ച പതിപ്പാണ് ക്രിസ്റ്റൽ മെയ്സ് 2. കാർഗിൽ യുദ്ധസമയത്ത് GPS നിരസിക്കപ്പെട്ടതായിരുന്നു ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളി. എന്നാൽ ക്രിസ്റ്റൽ മെയ്സ് 2 മിസൈലുകൾ എത്തുന്നതോടെ ശത്രുക്കളെ വരെ എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ കഴിയും. ഒരേ സമയം ആകാശത്തും തുരങ്കങ്ങളിലും പ്രവർത്തിക്കാൻ സാധിക്കുന്നവയാണ് ഈ മിസൈലുകൾ. രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയ്ക്കായി ആവിഷ്കരിച്ച മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലാവും മിസൈലുകളുടെ നിർമ്മാണം. കൂടുതൽ മിസൈലുകൾ ലഭിക്കുന്ന മുറയ്ക്ക് വ്യോമസേനയുടെ കരുത്ത് ഇരട്ടിയാകും.